ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് ട്രൈ വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനാണെങ്കിൽ ഒരു അടിപൊളി സ്മെല്ലൊക്കെ ഉള്ളൊരു ലിപ് ബാം ഇട്ടു. അത് കഴിഞ്ഞ് ഞാനിട്ടത് സൺസ്ക്രീനാണ്. ഞാൻ എൻ്റെ രണ്ട് കയ്യിലും തേച്ചിട്ട് മുഖത്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് കൈ വെച്ച് അമർത്തി ബ്ലെൻഡാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഫേസസ് കാനഡയുടെ ഫൗണ്ടേഷനാണ് ഇട്ടത്. ഫൗണ്ടേഷൻ ഞാൻ എടുത്ത് കുറച്ച് കൊടിപ്പിക്കാതെ തന്നെ കുറച്ചായിട്ട് ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് അങ്ങ് അത് ബ്ലെൻഡാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാനിട്ടത് ബ്ലഷാണ് കേട്ടോ. ബ്ലഷ് ഞാനാണെങ്കിൽ കവിളിലും താടിയിലും മൂക്കിലും വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ബ്ലെൻഡാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കണ്ണിലതിടാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ എൻ്റെ ഐഷോടെ പാലറ്റ് കാണാനില്ല. അത് കാരണം ഞാൻ കണ്ണിലും നന്നായിട്ടങ്ങ് ബ്ലെൻഡാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കണ്ണെഴുതാമെന്ന് വിചാരിച്ചു. കണ്ണെഴുതാൻ എനിക്ക് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. ഞാനാണെങ്കിൽ എപ്പോഴും എൻ്റെ കണ്ണെഴുതുമ്പോൾ തെറ്റിപ്പോവും. ഇപ്പം ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവസാനം നന്നായിട്ടങ്ങ് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ മസ്കാര ഇടാമെന്ന് വിചാരിച്ചു. മസ്കാര എനിക്ക് ഇടണമെന്ന് ഭയങ്കര മസ്റ്റായിട്ട് ഇടണമെന്നൊന്നുമില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ഇടും. അതുപോലെ തന്നെയാണ് ലിപ് ലൈനറും ഞാൻ എപ്പോഴും അങ്ങനെ ഇടില്ല, ചില സമയത്തൊക്കെ ഇടും. അത് ലിപ് ലൈനർ ഇട്ടു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ഡാസ്ലേഴ്സിൻ്റെ ലിപ്സ്റ്റിക്കും പിന്നെ മാഴ്സിൻ്റെ കുച്ചിപ്പൊടി എന്ന് പറഞ്ഞൊരു ലിപ്സ്റ്റിക്കും ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഫിക്സർ അടിച്ചു. അത് കഴിഞ്ഞ് ഞാനൊരു ആക്സസറിയിലോട്ട് കിടന്നു. ഞാൻ ഒരു വളയും പിന്നെ ഒരു മാലയും പിന്നെ രണ്ട് കയ്യിലും നല്ലൊരു അടിപൊളി മോതിരം ഇട്ടു. ഇത് ഞാൻ സെറ്റായിട്ട് വാങ്ങിച്ചാണ്, അതും ഇട്ടു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ കമ്മലിട്ടു. ഈ കമ്മലും അതിൻ്റെ സെറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്. അത് ഞാൻ എൻ്റെ മുടിയൊക്കെ അയച്ചിട്ടു. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? പിന്നെ ഞാൻ ആ കണ്ണാടി അവിടെ അങ്ങനെ തൂക്കിയിട്ടു. പിന്നെ എൻ്റെ ഒരു പേളിൻ്റെ ഒരു ഹാൻഡ് ബാഗും കൂടെ ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഫുള്ളായിട്ട് റെഡിയായി. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് ഗൈസ്? എൻ്റെ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്നാൽ അത്രയേ ഉള്ളൂ. ബൈ ബൈ.